ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ ബാത്റൂം കാര്യങ്ങൾ അറ്റാച്ച്ഡ് ആണെങ്കിൽ അല്ലാത്ത ബാത്റൂമുകളാണ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ബാത്റൂമിൻ്റെ അകത്ത് നല്ല രീതിയിൽ സ്പേസ് കൂടുതൽ കിട്ടണം. ചെറിയ ബാത്റൂം ആണെങ്കിലും നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ എല്ലാം ഒരേ ലെയറിൽ കൊടുക്കുന്നതാണ് ഏറ്റവും അത്യാവശ്യം ഒന്നാമതായ കാര്യം. കാരണം വേറെ ഒന്നുമില്ല, എല്ലാം ഒരേ ലെയറിൽ കൊടുക്കുക. അതായത് വാഷ് ബേസിൻ കയറി വരുന്ന സ്ഥലത്ത് തന്നെ, അതായത് ഡോറിൻ്റെ സൈഡിൽ വാഷ് ബേസിൻ കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ സ്റ്റേജിൽ സെൻറ്ററിൽ നമ്മൾ ക്ലോസറ്റ് കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റേജിൽ അറ്റത്തേക്ക് മാറിയായിട്ട് നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ സ്ട്രാറ്റജി വരുന്നത്. ഈ ലെവലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ബാത്റൂമിൻ്റെ അകത്ത് ഫീൽ ചെയ്യും. അതുമാത്രമല്ല, നമുക്ക് പല പല സ്ഥലങ്ങളിലായിട്ട്, അതായത് വാഷ് ബേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്ലോസറ്റിൻ്റെ അപ്പുറത്തേക്ക് മാറിയിട്ടായിട്ട് കുളിക്കുന്ന ഏരിയ, ഇങ്ങനെയൊക്കെ ചെയ്തതിന് കൺജസ്റ്റഡ് ആയി പോകും. ബാത്റൂമിൻ്റെ അകത്ത് നമുക്ക് ഒരിക്കലും സ്പേസ് ഇല്ലാത്തൊരവസ്ഥ വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അത്യാവശ്യം 8 അടി എന്ന് പറയുമ്പോൾ 83 24 240 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ബാത്റൂമിലാണ് ഞാൻ ഈ പറഞ്ഞത്. അതെന്താ അതിൻ്റെ കണക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 60 സെൻറ്റിമീറ്റർ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നുണ്ട്, 90 സെൻറ്റിമീറ്റർ ക്ലോസറ്റിൻ്റെ ഏരിയ വരുന്നുണ്ട്, വീണ്ടും 90 സെൻറ്റിമീറ്റർ നമ്മുടെ കുളിക്കുന്ന ഏരിയ വരും. ഇതാണ് അതിൻ്റെ നോർമൽ ലെവൽ. നമുക്ക് ബാക്കിയെല്ലാം കുറച്ചാലും വാഷ് ബേസിൻ്റെയും ക്ലോസറ്റിൻ്റെ ഏരിയ കുറച്ചാലും കുളിക്കുന്ന ഏരിയ ഏറ്റവും കുറഞ്ഞത് 90 സെൻറ്റിമീറ്ററെങ്കിലും വേണം. കാരണം നമ്മൾ കുളിക്കുന്ന സമയത്ത് കൈ അനക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൈ നമ്മുടെ ഭിത്തിയിൽ പോയി ഇടിക്കാതിരിക്കുന്നതിന് മിനിമം നമുക്ക് 90 സെൻറ്റിമീറ്ററെങ്കിലും വേണം. ആ 90 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ സെൻട്രലായിരിക്കണം, അങ്ങേറ്റത്ത് നിന്ന് 90 സെൻറ്റിമീറ്റർ സെൻട്രലായിരിക്കണം നമ്മുടെ ഷവർ, അതുപോലെ തന്നെ നമ്മുടെ ഷവറിൻ്റെ വാൽവ് കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത്. അപ്പോൾ ഷവറിൻ്റെ വാൽവും കാര്യങ്ങളൊക്കെ ഏറ്റവും അറ്റത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കാര്യങ്ങളെല്ലാം കുളിക്കുന്ന സമയത്ത് കൈ കാര്യങ്ങളെല്ലാം ഭിത്തിയും ഇടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ സോപ്പ് ഡിഷ് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ തൊട്ട് റൈറ്റ് സൈഡിലായിരിക്കണം. റൈറ്റ് സൈഡ് നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ, ആ ഏരിയയിൽ തന്നെ ആയിരിക്കണം സോപ്പ് കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, സോപ്പ് ഡിഷ് ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയായിരിക്കണം ട്രാപ്പും കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, നേരെ ഓപ്പോസിറ്റ്, കുളിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊണ്ടുപോയിട്ട് ടവൽ റാഡ് കൊടുക്കരുത്. ടവൽ റാഡ് നമ്മൾ അവിടെ കൊടുത്തിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളം കാര്യങ്ങളെല്ലാം നമ്മുടെ ഡ്രസ്സിൽ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടവൽ റാഡ് കുളിക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ച് മാറി വേണം കൊടുക്കാനായിട്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിൽ സ്പേസും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ ക്ലിയർ ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്ക് ഒരു സ്വിച്ച് ബോർഡ് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് മെറ്റീരിയൽസ് ആയിട്ട്, അതായത് ട്രിമ്മിങ് കാര്യങ്ങളോ എന്തെങ്കിലും ഷേവിങ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, ട്രിമ്മർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് നമുക്ക് ഈ പറയുന്ന പ്ലഗ് കാര്യങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ ബാത്റൂമിൻ്റെ അകത്ത് പ്ലഗ് കൊടുക്കരുതെന്ന് പല ആളുകളും പറയാറുണ്ട്. പക്ഷേ ബാത്റൂമിൻ്റെ അകത്ത് പ്ലഗ് ഒരെണ്ണം വളരെ അത്യാവശ്യമാണ്. അത് നനയാത്ത ഏരിയയിൽ കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരേ ലെയറിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വാഷ് ബേസിൻ, രണ്ടാമത് ക്ലോസറ്റ്, മൂന്നാമത്തെ ഏരിയയിൽ കുളിക്കുന്ന ഏരിയ. അപ്പോൾ വാഷ് ബേസിൻ്റെ ഏരിയയിൽ നമ്മളൊരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഈ പറയുന്ന ഏരിയയിലേക്ക്, വാഷ് ബേസിൻ്റെ ഏരിയ മുകളിലെ ഏരിയയിലേക്ക് വരികയില്ല. കുളിക്കുന്ന ഏരിയ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വിച്ച് ബോർഡ് കൊടുക്കുമ്പോൾ നനയാത്ത ഏരിയയിൽ വാഷ് ബേസിൻ്റെ ഒരു സൈഡിലായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അവിടെ തന്നെ മിറർ ലാമ്പ് കൊടുക്കാം, എക്സോസ്റ്റ് കൊടുക്കാം, ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ഒരു പ്ലഗും സ്വിച്ചും കൂടി കൊടുക്കുക, ഒരു 6 മോഡ്യൂളിൻ്റെ ബോക്സും കൂടി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ക്ലോസറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ കണ്ട എയർ സക്കിങ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ബാത്തെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ എയർ സക്കിങ് മോഡലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്ലോസറ്റ് വെക്കുന്നതിന് ഒരു പ്രത്യേകത, ഏറ്റവും നല്ലത് ഫ്ലോർ മൗണ്ടർ, നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹൈ സേഫ്റ്റി, നമുക്ക് എത്ര പ്രായം ചെന്ന ആളുകൾക്കും, അതായത് കൊച്ചു കുട്ടികൾ തൊട്ട് എത്ര പ്രായം ചെന്ന ആളുകൾക്ക് വരെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്ലോർ മൗണ്ടർ. അതുപോലെ തന്നെ സ്കൈഫോണിക് ടൈപ്പ് ക്ലോസറ്റുകൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എയറിൻ്റെ ഒരു പ്രശ്നം മിക്ക സ്ഥലങ്ങളിലും കണ്ടുവരുന്നതാണ്. അത് വേറെ ഒന്നുമില്ല, സ്കൈഫോണിക് ക്ലോസറ്റുകൾ നമ്മൾ പുറത്തേക്ക് ഇടുന്ന സമയത്ത് എയർ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 1 മീറ്ററിൽ താഴെയായിട്ട് കൊടുക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് അറിയണോ താല്പര്യമാണെങ്കിൽ ഡീറ്റെയിലായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിലായിട്ട് വീഡിയോ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു ബാത്റൂമിൻ്റെ അകത്ത് എങ്ങനെ അറേഞ്ച് ചെയ്താൽ നല്ല രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്നും നല്ല കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ നല്ല സൗകര്യത്തോടു കൂടി എങ്ങനെ ചെയ്യാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, വേറെ ഒന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് തോന്നുന്നു കൂടുതൽ ആളുകളും കാണുക. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.